ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം ലൈറ്റിന്റെ ഫിനോമിനൻസ് ഉണ്ടല്ലേ. നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും കുറേ അധികം നക്ഷത്രങ്ങൾ ട്വിങ്കിൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറേ അധികം, ചിലത് വളരെ ഫെയിൻറ്റർ ആയിട്ടായിരിക്കും, ചിലത് ഭയങ്കര ബ്രൈറ്റർ ആയിട്ട് ട്വിങ്കിൾ ചെയ്യുന്നത് കാണാൻ പറ്റും. ശരിക്കും ഇത് ട്വിങ്കിൾ ചെയ്യുന്നത് തന്നെ ആണോ, അല്ലെങ്കിൽ നമുക്ക് വെറുതെ തോന്നുന്നതാണോ ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട്? അത് നമുക്ക് ഈ ലൈറ്റിന്റെ ഈ ഒരു ഫിനോമിനൻ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഫിനോമിനെയാണ്. ഈ സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുന്നതിന്റെ റീസണും, അതേപോലെ മീൻ ആക്ച്വലി ഉള്ളിടത്ത് നിന്ന് കുറച്ച് മാറി ഒരു ലൊക്കേഷനിൽ കാണപ്പെടുന്നത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആക്ച്വലി മത്സ്യമായിട്ടുള്ളത് എവിടെയാണോ അവിടെ ആയിരിക്കില്ല, കുറച്ച് മാറി ഇപ്പുറത്തേക്കായിരിക്കും നമുക്ക് മീനെ കാണാൻ പറ്റുക. ഒരു റിവറിലേക്കോ പോണ്ടിലേക്കോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതെല്ലാം റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ ഫിനോമിനൻ കൊണ്ടാണ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈറ്റിന്റെ റിഫ്രാക്ഷൻ എന്ന ഫിനോമിനൻസും അത് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ അധികം ആപ്ലിക്കേഷൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിന്റെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എല്ലാ പോർഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ക്ലാസ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഇതാണ് ഏറ്റവും ആദ്യം പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറെ അധികം നക്ഷത്രങ്ങൾ ട്വിങ്കിൾ ചെയ്യുന്നത് കാണാം അല്ലെ. എന്തുകൊണ്ടാണ് ഈ നക്ഷത്രങ്ങൾ ട്വിങ്കിൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഇസ് ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ. എന്താണ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനം പറയാൻ പോകുന്ന ഉത്തരം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് തോന്നുന്നതിന്റെ റീസൺ എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാവാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് രണ്ടാമത് പറഞ്ഞൊരു ഇൻസ്റ്റൻസ്. അതായത് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ആക്ച്വലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും മീൻ ആക്ച്വലി നമുക്ക് ഇവിടെ ഉണ്ടാവാനായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ ആക്ച്വലി മീൻ എവിടെയായിരിക്കും? കുറച്ചും കൂടി മാറിയിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കും. ഓക്കെ, വൈ ദിസ് ഇസ് ഹാപ്പനിങ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പൊസിഷനിൽ ഒരു ചേഞ്ച് വരുന്നത്? അതും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ നമ്മളൊരു ഒരു ബീക്കർ എടുത്തു, അതിലേക്ക് നമ്മൾ വെള്ളം നിറച്ച് വെച്ചേക്കുവാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു പെൻസിൽ ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പെൻസിലിന് ഒരു ബെൻഡ് ഉള്ളതുപോലെ നമുക്ക് തോന്നും, ലേശം ഒന്ന് ഒടിഞ്ഞിരിക്കുന്ന പോലെ. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്? അതിൻ്റെ റീസണും റിഫ്രാക്ഷൻ ആണ്. സോ എന്താ ഈ റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞു ഇതെല്ലാം സംഭവിക്കുന്നത് റിഫ്രാക്ഷൻ കൊണ്ടിട്ടാണെന്ന് പറഞ്ഞു. സോ എന്താണ് റിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ, എപ്പോഴാണോ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് വരുന്നത്, മീഡിയം എന്ന് വെച്ചാൽ ഏതുമാകാം, എയർ ആകാം, വാട്ടർ ആകാം, ഗ്ലാസ് ആകാം, ഏത് മീഡിയം ആകാം. അങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് മീഡിയത്തിൽ കൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ, അതായത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റിന്റെ റേസിന് ഡീവിയേഷൻ സംഭവിക്കും. ലൈറ്റിന്റെ റേസിന് എന്ത് സംഭവിക്കും? ഡീവിയേഷൻ സംഭവിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ റേ ഓഫ് ലൈറ്റ് എൻറ്ററിംഗ് വാട്ടർ അണ്ടർഗോസ് എ ഡീവിയേഷൻ ഓഫ് ദി പോയിന്റ് ഓൺ ദ സർഫസ് വെർ ദ മീഡിയ ഗെറ്റ് സെപ്പറേറ്റഡ്. നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ, നേരത്തെ കേസിൽ നമ്മൾ ഫിഷിന്റെ കേസ് എടുത്ത് എന്തുകൊണ്ടിട്ടാണ് മീൻ വേറൊരു സ്ഥലത്തും നമ്മൾ നോക്കുമ്പോൾ വേറൊരു സ്ഥലത്തും കാണുന്നത് എന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ എബവ് ഉള്ള മീഡിയം എയറും താഴെയുള്ളത് വാട്ടറുമാണ്. സോ ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ വെച്ച് ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കും? ഒരു ഡീവിയേഷൻ സംഭവിക്കും. സോ അതിനെയാണ് ആക്ച്വലി നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഈ ഡീവിയേഷൻ സംഭവിക്കുന്നത്? ഓരോ മീഡിയത്തിലും ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് പല സ്പീഡിലാണ്. സോ ഈ സ്പീഡിലുള്ള വ്യത്യാസം കൊണ്ടിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഡീവിയേഷൻ സംഭവിക്കുന്നത്. ദാറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് മീഡിയം ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ ദ റെസ്പെക്റ്റീവ് മീഡിയം. സോ എന്താണ് ആ മീഡിയത്തിന്റെ നേച്ചർ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലൈറ്റ് ആ മീഡിയത്തിൽ കൂടി എത്ര സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, so optical density is a measure that shows how a medium influences the speed of light passing through it. സോ എന്താ അതിൻ്റെ നേച്ചർ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എയർ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, എന്തായിരിക്കും അതിനെ ഒരെണ്ണത്തിൽ സ്പീഡ് കൂടുതലും ഒരെണ്ണത്തിൽ സ്പീഡ് കുറയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇസ് വെരി വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി ആക്ച്വലി കോൾ ദ ഡെൻസിറ്റി. ഫിസിക്കലി നമ്മൾ പഠിക്കുന്ന മാസ് ബൈ വോളിയം അല്ല ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, ഇറ്റ് ക്യാൻ ബി എ റെയറർ മീഡിയം ആൻഡ് ഇറ്റ് ക്യാൻ ബി എ ഡെൻസർ മീഡിയം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, റെയറർ മീഡിയം ആൻഡ് ഡെൻസർ മീഡിയം. റെയറർ മീഡിയം എന്ന് വെച്ചാൽ അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും. ഡെൻസർ മീഡിയം എന്ന് വെച്ചാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ് എന്നർത്ഥം. ഓക്കെ, സോ രണ്ട് മീഡിയംസ് ആയാലോ. അപ്പൊ നമുക്കറിയാം എയറിൽ കൂടിയാണ് ലൈറ്റ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റിൽ മൂവ് ചെയ്യുക. സോ എയർ ഇസ് എ റെയറർ മീഡിയം, അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. സോ എയറിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായതുകൊണ്ടിട്ടാണ് ലൈറ്റിന് എയറിൽ കൂടെ ട്രാവൽ ചെയ്യാൻ ഏറ്റവും സ്പീഡിൽ പറ്റുന്നത്. അതേസമയം വാട്ടർ എടുത്താലും ഗ്ലാസ് എടുത്താലും എന്തെടുത്താലും എയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ്? കൂടുതലാണ്.
സോ അവിടെ എത്തുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും? സ്ലോ ഡൗൺ ചെയ്യും. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അതിന് ഇന്റർഫേസിൽ വെച്ചിട്ട് എവിടെയാണോ ഈ രണ്ട് മീഡിയം തമ്മിൽ ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സെപ്പറേഷനിൽ വെച്ച് ലൈറ്റ് റേക്ക് ഡീവിയേഷൻ സംഭവിക്കും. എന്തുകൊണ്ടാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത്? അത് ഓരോ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ? അത് അതിന്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ഇറ്റ് ക്യാൻ ബി എ റെയറർ മീഡിയം ആസ് വെൽ as ഇറ്റ് ക്യാൻ ബി എ ഡെൻസർ മീഡിയം. റെയറർ മീഡിയം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിരിക്കും. ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ കുറവുള്ള മീഡിയത്തിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്? ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഡെൻസിറ്റി അല്ലെങ്കിൽ ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു വഴി കൂടെ നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ എത്രത്തോളം പ്രയാസമാണോ അതുപോലെ തന്നെയാണ് ലൈറ്റിന്റെ കാര്യം. ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ലൈറ്റിന് അതിനകത്ത് അത്ര സ്പീഡിൽ അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മറ്റേ കേസ് എടുത്തേ, അതായത് റെയറർ മീഡിയം ആണ്, ഡെൻസിറ്റി കുറവാണ്, അത്ര വലിയ തിക്കും തിരക്കും ഒന്നും ഇല്ലാത്ത റോഡാണെങ്കിൽ നമുക്ക് എത്ര വേഗത്തിൽ ട്രാവൽ ചെയ്യാൻ പറ്റുമോ അതേ കേസ് ലൈറ്റിനും ആപ്ലിക്കബിൾ ആണ്. സോ ലൈറ്റിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടെ സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി റിഫ്രാക്ഷൻ കൊണ്ട് എന്തുകൊണ്ട് ഈ പൊസിഷൻ ചേഞ്ച് വരുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫിനോമിനൻസ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ വി വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് നൗ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഇനി so what is refraction? It is a difference in the optical density that causes the deviation when a ray of light entering obliquely from one transparent medium to another, its path undergoes a deviation at the surface of separation. This is known as refraction. ഇനി എങ്ങനെയാണ് ഡിഫറൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നമ്മൾ എടുക്കുന്നത് എയർ ആണ്, ഇത് എയർ ആണ്, ഇത് ഗ്ലാസ് ആണെന്ന് വിചാരിക്കാം. ഈ മീഡിയം ഫസ്റ്റത്തെ മീഡിയം ഞാൻ എടുത്തിട്ടുള്ളത് എയർ ആണ്, സെക്കൻഡ് മീഡിയം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഗ്ലാസ് ആണ്. സോ ഞാൻ ആദ്യമേ ഈ സർഫസിന് കൂടെ ഒരു നോർമൽ ഞാൻ വരച്ചു. ഓക്കെ, സോ ഇപ്പൊ എയർ എന്ന് പറയുമ്പോൾ എന്താണ്? ദിസ് ഇസ് എ റെയറർ മീഡിയം. ഓൾവേസ് റിമെമ്പർ ദിസ് ഇസ് എ റെയറർ മീഡിയം ആൻഡ് ലൈറ്റ് ഹാസ് ഇറ്റ്സ് മാക്സിമം സ്പീഡ്. അപ്പൊ എന്താ സംഭവിക്കും? ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്ത് കഴിയുമ്പോൾ, ഇതാണ് ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്തത്, ഇത് ഭയങ്കര സ്പീഡിൽ വരുന്ന ഒരു സാധനം എൻകൗണ്ടർ ചെയ്യണത് ഒരു ഡെൻസർ മീഡിയം ആയിട്ടാണ്, ഇത്തിരി തെക്കും തിരക്കുള്ള വഴിയായിട്ടാണ്. ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? അത് സ്ലോ ഡൗൺ ചെയ്യും. സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് നോർമലിന് ടുവേർഡ്സ് ആയിട്ട് ബെൻഡ് ചെയ്യും. ഓക്കെ, നേരെ തിരിച്ചെടുത്തോ. അതായത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഗ്ലാസ്സിൽ നിന്നും ആണ് എയറിലേക്ക് വരുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, എഗെയിൻ വി ആർ ഡ്രോയിങ് ദ നോർമൽ. ഗ്ലാസ് എന്ന് പറയുന്ന ഡെൻസർ മീഡിയം ആണ്, അതായത് തിരക്കുള്ള റോഡാണ്, ഭയങ്കര തിരക്കുള്ള റോഡ്. ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്തു. ഓക്കെ, ലൈറ്റ് റേ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി വരുന്ന മീഡിയം ഏതാ? എയർ ആണ്. അവിടെ എന്താണ്? ഡെൻസിറ്റി കുറവാണ് അല്ലേ? അപ്പൊ എന്ത് സംഭവിക്കും? ലൈറ്റിന്റെ സ്പീഡ് കൂടും. കൂടി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് കുറച്ചും കൂടി സ്പീഡിൽ പോകും. സ്പീഡിൽ പോകുന്നത് എങ്ങനെയാ? ഇങ്ങനെ പോകും. അതായത് ഇപ്പൊ നിങ്ങൾ ഈ രണ്ട് ഇമേജും കൺസിഡർ ചെയ്തോ. ഇതിനകത്ത് ഈ സമയത്ത് ആകെ ഇത്രയും ഡിസ്റ്റൻസേ വന്നുള്ളൂ, ആകെ ഇത്രയും ഡിസ്റ്റൻസേ ട്രാവൽ ചെയ്തുള്ളൂ. ബട്ട് ഈ ഒരു കേസ് എടുത്തേ, സെയിം ടൈമിൽ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഹൗ വി ഷോ ദാറ്റ് ദ സ്പീഡ് ഹാസ് ഇൻക്രീസ്ഡ്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? വെൻ ഇറ്റ് ഈസ് മൂവിങ് ഫ്രം, വെൻ ദ ലൈറ്റ് റേ ഈസ് ഗോയിങ് ഫ്രം എ റെയർ ടു ഡെൻസർ മീഡിയം, റെയറിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ it will bend towards the normal, and if it is moving from a denser to rarer medium, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? it will go away from the normal. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇതാണ് റിഫ്രാക്ഷൻ ഓർത്തിരിക്കേണ്ടത്. സോ ഏറ്റവും മാക്സിമം സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത് ഏതിലാണ്? എയറിലാണ്. ബാക്കി ഗ്ലാസ് എടുത്താലും അതേപോലെ വാട്ടർ എടുത്താലും അവിടെ ലൈറ്റിന്റെ സ്പീഡ് കുറവാണ്. എന്തുകൊണ്ടാണ് കുറവ്? അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. ഓക്കെ, സോ റിഫ്രാക്ഷന്റെ ഫിനോമിനൻ മനസ്സിലായല്ലോ. അതുകൊണ്ടിട്ടാണ് ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മീൻസ് എയറിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ആക്ച്വലി ഇത് ഈ നോർമലിൽ നിന്ന് അടുത്തേക്കും അകലത്തേക്കും പോകുന്നത് കൊണ്ടിട്ടാണ് അതിന്റെ പൊസിഷനിൽ വ്യത്യാസം വരുന്നത്. കാര്യം നമ്മളുടെ കണ്ണ് എപ്പോഴും വ്യൂ ചെയ്യുക സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാത്രം. അതായത് ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ കണ്ണ് അത് ഇങ്ങനെ തന്നെ ഇന്റർപ്രിറ്റ് ചെയ്യുള്ളൂ. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമ്മളുടെ കണ്ണ് അതിന് മീൻസ് കൺസീവ് ചെയ്യുക. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തോന്നും. ഓക്കെ, സോ അതുകൊണ്ടിട്ടാണ് നമുക്ക് ആ പൊസിഷൻ ഡിഫറൻസ് തോന്നുന്നത്. അതായത് ഇവിടെ ആയിരിക്കും ചിലപ്പോൾ ആക്ച്വലി ഉണ്ടാവുക, പക്ഷെ നമ്മളുടെ കണ്ണ് അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ചുകൂടി മാറിയ ഒരു പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കാണാൻ സാധിക്കും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് ആക്ച്വലി നോൺ ആസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, നൗ മൂവിങ് ഫോർവേഡ്. ഇതാണ് അടുത്തൊരു കേസ്. അതായത് നമ്മളൊരു റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് എടുക്കുവാണ്. ഈ റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് ആകുമ്പോഴത്തേക്കും എത്ര മീഡിയം ഉണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദർ ആർ 2 മീഡിയംസ്. പക്ഷേ 2 മീഡിയം ഉണ്ടെങ്കിലും എത്ര ഇന്റർഫേസ് ഉണ്ട്? അതായത് ഇവിടെ എയറും ഇവിടെ ഗ്ലാസ്സുമാണ്. അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഗ്ലാസും ഇവിടെ എയറുമാണ്. ഓക്കെ, സോ ഈ രണ്ട് കേസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ ഒരു ഇൻസിഡന്റ് റേ വന്നു,
ആ റേ ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ദിസ് ഈസ് ദ ഇൻസിഡന്റ് റേ. ഈ ഇൻസിഡന്റ് റേ വന്നു, ഇതാണ് സർഫസിന്റെ നോർമൽ. അത് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും? ഇത് എയർ ആണല്ലേ. എയർ ഇസ് എ റെയറർ മീഡിയം. വാട്ട് അബൌട്ട് ഗ്ലാസ്? ഗ്ലാസ് ഇസ് എ ഡെൻസർ മീഡിയം. എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് എ നോർമൽ. ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് എ നോർമൽ. നോർമലിന് അടുത്തേക്കാണ്, മീൻസ് നോർമലിന് അടുത്തേക്കാണ് അത് എന്ത് ചെയ്യുന്നത്? ബെൻഡ് ചെയ്യുന്നത്. അതാണ് നോർമലിന് അടുപ്പിച്ച് വരച്ചത്. ഇതേ റേ അടുത്ത ഇന്റർഫേസിലേക്ക് വന്നു. ഇതാണ് നോർമൽ. ഇത് എന്ത് മീഡിയം ആണ്? ഡെൻസർ മീഡിയം. ഇത് എന്ത് മീഡിയം ആണ്? റെയറർ മീഡിയം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുമ്പോൾ സ്പീഡ് കൂടണം. സ്പീഡ് കൂടുമ്പോൾ എന്ത് സംഭവിക്കണം? നോർമലിന്നത് അകന്നു പോകണം അല്ലെ. സോ ദിസ് ഈസ് ഗോയിങ് അവേ ഫ്രം ദ നോർമൽ. ഓക്കെ, ദിസ് ഫിഗർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻറ്റുമാണ്. സോ ഇവിടെ ഈ പറഞ്ഞ നോർമലും ഇൻസിഡന്റ് റേയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിച്ചു. സെയിം വേ ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചു. സോ ദിസ് ഇസ് എ റിഫ്രാക്റ്റഡ് റേ, ദിസ് ഇസ് എ നോർമൽ. അപ്പൊ എന്ത് ചെയ്തു? ഇതിനിടയിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നും വിളിച്ചു അല്ലെ. ഇതേ സെയിം സാധനം താഴത്തേക്ക് വരുമ്പോൾ ഇതും ഈ കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ഒരു ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ് നടന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ റേനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇഫ് യു ആർ എക്സ്റ്റെൻഡിങ് ദിസ് ലൈൻ, കണ്ടോ, ഇത് നമ്മൾ നേരെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദീസ് ബോത്ത് ആർ ആക്ച്വലി പാരലൽ ലൈൻസ്. കണ്ടോ, ഇത് പാരലൽ ലൈൻസ് ആണ്. സോ ഇതിനെയാണ് നമ്മൾ ലാറ്ററൽ ഡിസ്പ്ലേസ്മെന്റ്, ഇത്രയും വ്യത്യാസം വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇവിടെ നിന്ന് വരുന്ന റേനെ ഇൻസിഡന്റ് റേ എന്നും ഇവിടെ നിന്ന് വരുന്ന റേനെ നമ്മൾ വി ആർ കോയിങ് ആസ് എമർജന്റ് റേ. ഇതാണ് പുറത്തേക്ക് വരുന്നത് അല്ലെ. സോ എമർജന്റ് റേ, both are actually parallel to each other and this distance is known as a lateral displacement. എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത്. Okay, now let's move on. Laws of refraction. ഇത് പഠിക്കുമ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ laws of reflection പഠിച്ചിട്ടുണ്ട് അല്ലേ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ എന്താ പഠിച്ചത്? കഴിഞ്ഞ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചത്. റിഫ്ലക്ഷന്റെ ഫിനോമിനൻസ് പറഞ്ഞപ്പോൾ അതും 2 നിയമങ്ങളായിരുന്നു, 2 ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആണ്. നിങ്ങളിപ്പോൾ ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ വീഡിയോന്റെ ബയോയിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിഫ്ലക്ഷൻ എന്താണെന്ന് കുറച്ചും കൂടി നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് ഓർമ്മിച്ച് എടുക്കാൻ പറ്റും. ഓക്കെ, സോ ലോസ് ഓഫ് റിഫ്രാക്ഷന്റെ ആദ്യത്തെ ലോ എന്താണ്? ലോസ് ഓഫ് റിഫ്ലക്ഷനോട് സിമിലർ ആണ്. എന്താ നോക്കാം. The incident ray, the refracted ray and the normal at the point of incidence on the surface of separation of the two media will always be in the same plane. നമ്മൾ റിഫ്ലക്ഷൻ പഠിച്ചപ്പോൾ എന്തായിരുന്നു വ്യത്യാസം ഉണ്ടായിരുന്നത്? ഇവിടത്തെ ഈ റിഫ്രാക്റ്റഡ് എന്ന് പകരം റിഫ്ലക്റ്റഡ് റേ ആയിരുന്നു. അത് മാത്രമാണ് വ്യത്യാസം. സോ ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും അതേപോലെ നോർമലും സെയിം പ്ലെയിനിൽ തന്നെയാണ് എന്നുള്ളത്. സെക്കൻഡ് ലോ, ലെറ്റ്സ് ഗോ ടു the ratio of the sine of the angle of incident, sine of the angle of incidence, which is sine I, to the sine of the angle of refraction, sine R, is equivalent to a constant എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Okay, so sine I by sine R, sine of I by sine of R, that is sine of the angle of incidence to sine of the angle of refraction is equivalent to a constant. ഇത് രണ്ടുമാണ് എന്തെന്ന് പറയുന്നത്? ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ ലോവിനെ തന്നെയാണ് സ്നെൽസ് ലോ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി ഇറ്റ് ഇസ് റെപ്രസെന്റഡ് ആസ് ഷോൺ. ഈ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു മീഡിയത്തിന്റെ നേച്ചർ പറയുന്നത്. ഓക്കെ, മീഡിയത്തിന്റെ നേച്ചർ പറഞ്ഞ് അതിൽ കൂടെ ലൈറ്റ് സ്പീഡിലാണോ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ലോവർ ആണോ എന്നൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വെച്ചിട്ടാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വൺ മീഡിയം with respect to another is called relative refractive index. That is, നമുക്കറിയില്ല ഇപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2 മീഡിയം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, വി ആർ ടേക്കിംഗ് വാട്ടർ ആൻഡ് ഗ്ലാസ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് ദാറ്റ് ഓഫ് വാട്ടർ എന്നുള്ളതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എന്ത് സാധനം? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദിസ് പെർട്ടിക്കുലർ മീഡിയം എന്ന് പറയുന്നത്. അതായത് ഗ്ലാസും വാട്ടറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തമ്മിലുള്ള റേഷ്യോ. അത് നമുക്ക് എന്തെന്നും പറയാം? അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നൗ അതേപോലെ തന്നെ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓർ സിംപ്ലി ടേംഡ് ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്
ഈ പറഞ്ഞ മീഡിയം 1 മീഡിയം 2 മീഡിയം 1 എന്തായിരിക്കും? എയർ ആയിരിക്കും. ദാറ്റ് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വിത്ത് റെസ്പെക്ട് ടു വാക്യൂം is called absolute refractive index. So നമ്മൾ നേരത്തെ എഴുതിയതുപോലെ that is the refractive index of medium 1 by medium 2. ഇതിനകത്ത് മീഡിയം 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? വാക്യൂം അല്ലെങ്കിൽ എയർ ആയിരിക്കും. ഓക്കെ, അതിനെയാണ് absolute refractive index അല്ലെങ്കിൽ simply refractive index എന്ന് പറയുന്നത്. ഓക്കെ, സോ രണ്ടും ക്ലിയർ ആണല്ലോ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലൈറ്റ് എത്ര സ്പീഡിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത് എന്ന് പറയുന്നത്. Now let's move on to the next, that is critical angle. വെരി ഇമ്പോർട്ടൻറ്റ്. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇതാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലാസും മുകളിൽ എടുത്തിട്ടുള്ളത് എയറുമാണ്. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും ലൈറ്റ് റേ ഗ്ലാസ്സിൽ നിന്ന്, ഇപ്പം ഇതാണ് നോർമൽ സർഫസ് ഞാൻ വരച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? ലൈറ്റ് റേ ഇൻസിഡന്റ് ആവുന്നു. ഓക്കെ, സോ ലൈറ്റ് റേ ഇസ് ട്രാവലിംഗ് ഫ്രം ഗ്ലാസ് ടു എയർ. അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ദിസ് വിൽ ഗെറ്റ് റിഫ്രാക്റ്റഡ് ത്രൂ ദ മീഡിയം, അല്ലേ? ദിസ് ഈസ് ആക്ച്വലി ഗ്ലാസ് ആൻഡ് എയർ. ഡെൻസർ മീഡിയം ആണ്. ദിസ് ഇസ് എ റെയറർ മീഡിയം. ദിസ് ഇസ് എ ഡെൻസർ മീഡിയം ആൻഡ് ദിസ് ഇസ് എ റെയറർ മീഡിയം. സോ ഇറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. അത് നമ്മൾ വരച്ചു. ഇനി കുറെ കഴിഞ്ഞ് നമ്മൾ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറ്റാണെന്ന് വിചാരിക്കുക. ഓക്കെ, വി ആർ ആക്ച്വലി ഇൻക്രീസിങ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ റിഫ്രാക്റ്റഡ് റേയും ആംഗിളിൽ വ്യത്യാസം വരും. സോ ഇറ്റ് വിൽ ആക്ച്വലി ഡിക്ലൈൻ. സോ ഇതും അതേപോലെ സംഭവിച്ചേ. ഇനി അടുത്തത് നമ്മൾ പിന്നെയും ഈ പറഞ്ഞ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറച്ചും കൂടി കൂട്ടി കൊടുക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ റിഫ്രാക്റ്റഡ് റേ 90 ഡിഗ്രിയിലായിരിക്കും പോകുന്നത്. ഓക്കെ, സോ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഏതൊരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിനാണോ റിഫ്രാക്റ്റഡ് റേ 90 ഡിഗ്രിയിൽ പോകുന്നത് അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഇത് എത്രയായിരിക്കും? ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി. സോ ദാറ്റ് ഈസ് this angle, this particular angle is going to be the critical angle. ഇത് ഓരോ മെറ്റീരിയലും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഡയമണ്ട് എടുക്കുന്ന ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കില്ല ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എന്നുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു ദ ഡെഫിനിഷൻ. വെൻ എ റേ ഓഫ് ലൈറ്റ് പാസസ് ഫ്രം എ മീഡിയം ഓഫ് ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ കേസ് ഒപ്റ്റിക്കൽ ഡെൻസർ ടു റെയറർ. അതുകൊണ്ടിട്ടാണ് ഇവിടെ എന്തെടുത്തത്? ഗ്ലാസിൽ നിന്നും എയറിലേക്ക് പോകുന്ന കേസ് എടുത്തത്. സോ ദാറ്റ് ഈസ് വൈ ഗ്ലാസ് ടു എയർ, ബിക്കോസ് ഇറ്റ് ഹാസ് ടു, ലൈറ്റ് റേ ഹാസ് ടു ഗോ ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം. അങ്ങനെ പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? Optical density to that of lower optical density, the angle of incidence at which the angle of refraction becomes 90 degree is a critical angle. So നമ്മൾ ഇവിടെ angle of incidence കൂട്ടി കൊടുത്തപ്പോൾ at a particular angle എന്ത് സംഭവിച്ചു? Angle of refraction 90 degree ആയി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രിട്ടിക്കൽ ആംഗിളിന്റെ ആപ്ലിക്കേഷൻ എന്താ? ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എപ്പോഴാണോ ലൈറ്റ് റേ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലായിട്ട് ഇൻസിഡന്റ് ചെയ്യുന്നത്, അപ്പൊ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ നടക്കില്ല. പകരം ദിസ് വിൽ ഗോ അണ്ടർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. സെയിം മീഡിയത്തിലേക്ക് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. When a ray of light passes from a medium of higher optical density to a medium of lower optical density at an angle of incidence greater than the critical angle, what will happen? If it is greater than the critical angle, the ray is reflected back to the same medium without undergoing refraction. അവിടെ എന്ത് സംഭവിക്കില്ല? റിഫ്രാക്ഷൻ സംഭവിക്കില്ല. പകരം എന്ത് സംഭവിക്കും? റേ കംപ്ലീറ്റ് ആയിട്ട് അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്ത് വരും. ഓക്കെ, ദിസ് ഫിനോമിനൻ ഇസ് നോൺ ആസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെ എടുത്താൽ, ഇപ്പോൾ ഇതാണ് നമ്മൾ നോർമലി വരച്ചത് അല്ലേ? അതിനകത്ത് നമ്മൾ പറഞ്ഞു ഏതോ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഇതെന്തായി? റിഫ്രാക്റ്റഡ് റേ 90 ഡിഗ്രി ആയി. സോ ഇതാണ് ഇതിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ. ലെറ്റ് ഇറ്റ് ബി സപ്പോസ് വി ക്യാൻ ടേക്ക് ഇറ്റ് ടു ബി 40 ഡിഗ്രി. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തേക്കുന്ന 40 ആണെന്ന് വിചാരിക്കും സപ്പോസ്. സോ ഈ 40 ഡിഗ്രീനേക്കാളും മേലെ, 40 ഡിഗ്രീനേക്കാളും എബവ് ആയിട്ട് ഏതെങ്കിലും ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് റിഫ്രാക്ഷൻ സംഭവിക്കില്ല. പകരം ദിസ് വിൽ ഗെറ്റ് റിഫ്ലക്റ്റഡ് ബാക്ക്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻ? അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ഈ പറഞ്ഞ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാണുന്നത്? വി സീ ദിസ് ഇൻ ഡയമണ്ട്സ്. ഡയമണ്ട്സ് വളരെയധികം തിളങ്ങുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ലൈറ്റ് അതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ വെട്ടിത്തിളങ്ങും. എങ്ങനെയാത്? കാരണം ഡയമണ്ടിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ വളരെ ചെറുതാണ്. ഇറ്റ് ഇസ് നിയർലി 24 ഡിഗ്രി. സോ ആ ഡിഗ്രീനെക്കാട്ടിയും കൂടുതലായിരിക്കും ലൈറ്റ് റേ എപ്പോഴും അതിൽ കൂടെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എൻ്റർ ചെയ്യുമ്പോൾ റിഫ്രാക്ഷൻ നടക്കാണ്ട് അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് തന്നെ വരും. സോ ഈ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് ഉള്ളിൽ ട്രാപ്ഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് തോന്നുന്നത്? ഡയമണ്ടിന് ഇത്രയും ട്വിങ്ക്ലിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഇത്രയുമുള്ള ഷൈനിങ് അപ്പിയറൻസ് തോന്നാനുള്ള കാരണം. അതുപോലെ നമ്മളിപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്.
ഈ പറഞ്ഞ ഒപ്റ്റിക്കൽ ഫൈബേഴ്സും വർക്ക് ചെയ്യുന്നത് സെയിം പ്രിൻസിപ്പിളാണ്. എന്ത് പ്രിൻസിപ്പിൾ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇപ്പോൾ ഹൈ ഡെഫിനിഷൻ ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അത് സ്പീഡ് കൂടുതലായിരിക്കും. ലോങ്ങർ ഡിസ്റ്റൻസിന് ട്രാവൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ് കുറേയും കൂടെ നല്ലത്. ബിക്കോസ് വൈ? ലോസ് ഓഫ് എനർജി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൈറ്റ് എത്രയാണോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അത് അത്രയും തന്നെ ഒരു പ്രശ്നമില്ലാണ്ട് അതർ എൻഡിലും കിട്ടും. ഈവൻ ദോ ബെൻസ് ഉണ്ടെങ്കിലും, ഈ പറഞ്ഞ കേബിൾസിൽ ബെൻഡ് ഉണ്ടെങ്കിലും അതെന്ത് ചെയ്യും? അത്രയും എഫക്റ്റീവ്ലി ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡിൽ കിട്ടുക. സോ നമുക്ക് ഗ്രേറ്റർ ബാൻഡ് വിഡ്ത്ത് വേണം, ഗ്രേറ്റർ സ്പീഡ് വേണം എന്നുള്ള എല്ലാ കേസിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആണ്. സോ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ടെലികമ്മ്യൂണിക്കേഷനിൽ മാത്രമല്ല, പക്ഷെ മെഡിക്കൽ ഫീൽഡിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യണം, ആ സമയത്ത് ഒരു കേബിൾ ഇൻസേർട്ട് ചെയ്ത് അതിനുള്ളൊരു ക്യാമറ അങ്ങനെയാണ് നമ്മൾ ഘടിപ്പിക്കുക. സോ അവിടെയും ഏറ്റവും റെസൊല്യൂഷൻ കൂടിയ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ യൂസ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. ഓക്കെ, സോ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഇതേപോലെ ഇപ്പൊ നമ്മൾ നേരത്തെ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് പറഞ്ഞു അല്ലെ, അതിന്റെ എന്താണ് ശരിക്കുള്ള റീസൺ, എങ്ങനെയാണ് ആ പൊസിഷനിൽ മാറ്റം വരുന്നത് എന്ന് നമുക്ക് അറിയണ്ടേ? അത് നമ്മൾ എന്ത് പഠിക്കണം? അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ പഠിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, സോ ഇതേപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ മിറേഴ്സിന്റെ കേസ് പഠിച്ചു. മിറേഴ്സിൽ എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ വരുന്നത്, ഇമേജിന്റെ നേച്ചർ എന്താണ് എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതേപോലെ നമ്മൾ ലെൻസ് പഠിക്കണം. അപ്പൊ കണ്ണിലൊക്കെ വെക്കുന്ന കോണ്ടാക്ട് ലെൻസസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ സ്പെക്കിൽ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ്, ഇതൊക്കെ നമുക്ക് പഠിക്കണം അല്ലേ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഇനി വരുന്ന ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗത്തിൽ പഠിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു. Manorama Horizon. Learning made simple.